മാരകമായ ഒരു വിപത്തായി ഇന്ന് ലഹരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അക്രമവാസനയിലേക്ക് വഴുതി വീഴുന്നത്. അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ പല കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാത്തിൻ്റെയും പിന്നിൽ മദ്യവും മയക്കുമരുന്നുമാണ്. മയക്കുമരുന്ന് വളരെ വ്യാപകമാവുകയാണ്. അതും കെമിക്കൽസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഭാവി അതോടെ തന്നെ പുകഞ്ഞില്ലാതാവുകയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ലഹരി ഗ്യാങ്ങുകൾ, ലഹരിയുടെ മാഫിയകൾ ഈ കുട്ടികളെ തന്നെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. കുട്ടികളെ തന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഈ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായി വളർന്നു വരേണ്ടത്. പക്ഷെ അവരെ ലഹരിക്ക് അടിമകളാക്കി മാറ്റി അതിലൂടെ പണം സമ്പാദിക്കുന്ന ഈ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാനാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പരിപാടി ആരംഭിച്ചത്. നടൻ മമ്മൂട്ടിയായിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസഡർ. പിന്നീട് അത് മുന്നോട്ട് പോയില്ല. അപ്പൊ ഇന്ന് ഏറ്റവും ആവശ്യം എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഈ വിപത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഓരോരുത്തർക്കും നടക്കുന്ന കൊലപാതകങ്ങൾ. അമ്മയെ കൊല്ലുകയാണ്. എന്നിട്ട് പറയാം എനിക്ക് ജന്മം തന്നതിലുള്ള പ്രതിഷേധമാണ്. കൂട്ടുകാരെ കൊല്ലുക, സഹോദരനെ കൊല്ലുക, MBBS-ൽ പരീക്ഷ പാസ്സാവാത്തതിന് ചോദിച്ചു എന്നുള്ളത് പേരിൽ അച്ഛനെ കൊല്ലുക. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മാതാപിതാക്കളെ പോലും കൊല്ലുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് വ്യാപകമാവുകയാണ്. കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെ വെട്ടിക്കൊല്ലുന്നു, അനിയനെ വെട്ടിക്കൊല്ലുന്നു. ഇതെല്ലാം ലഹരിയുടെ പുറത്തുണ്ടാകുന്ന ഒന്നാണ്. ലഹരിക്കെതിരായ ഒരു വലിയ മുന്നേറ്റമുണ്ടാകണം. സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ലഹരിക്കെതിരായി ഒരു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കണം. മാത്രമല്ല ഈ ലഹരിയുടെ സോഴ്സ് കണ്ടുപിടിക്കണം. ആകാശത്തിലും കരയിലും ഭൂമിയിലും ആകാശത്തിലും കരയിലും ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റും ശക്തമായി പരിശ്രമിക്കണം. ഇത് വരുന്ന മേഖലകൾ എന്താണെന്ന് കണ്ടെത്തി അത് ഇല്ലാതാക്കണം. ഇതാരാണ് ഇത് എത്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നിയമം കർശനമായി അതിന്റെ വഴികളിലൂടെ പോയി ഇത് ലഹരി കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആളുകളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പര്യാപ്തമല്ല എന്നാലല്ലേ ഇപ്പൊ തെളിയിക്കുന്നത്. അപ്പൊ ശക്തമായ നടപടികൾ ഉണ്ടാകണം. പോലീസും എക്സൈസും മാത്രമല്ല ജനങ്ങളും കൂടി സഹകരിച്ചുകൊണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തണം. എല്ലാ റിപ്പോർട്ടർ നടത്തിയ ഈ ക്യാമ്പയിൻ വളരെ സഹായകരമാണ്. നല്ല ക്യാമ്പയിനാണ്. ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തട്ടെ. കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്.